അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് കൈത്താങ്ങായി മാറുകയാണ് കൂത്തുപറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കായിക പരിശീലനം. ഒരു മാസത്തിലേറെയായി നടന്നുവരുന്ന പരിശീലനത്തിൽ 200ഓളം ഉദ്യോഗാർത്ഥികളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ യുവതി യുവാക്കളെ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശീലന പരിപാടിയുമായി കൂത്തുപറമ്പ് പോലീസ് രംഗത്തെത്തിയിട്ടുള്ളത്. കേന്ദ്രസേനകളായ എയർഫോഴ്സ്, നേവി, BSF, പാരാമിലിറ്ററി എന്നിവയിലേക്കും കേരള പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് എന്നിവ അടക്കമുള്ള സേനകളിലേക്കുമാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത്. സൈനിക മേഖലയോടൊപ്പം വിവിധ PSC പരീക്ഷകൾക്കുള്ള കോച്ചിങ്ങും കൂത്തുപറമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി നൽകി വരുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരു വീട്ടിൽ വിദ്യാഭ്യാസം, ഓരോ കുടുംബത്തിൽ നിന്ന് ഒരു ജോലി, ഗവൺമെൻറ് ജോലി സമ്പാദിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനായി ഞങ്ങളെല്ലാം തികച്ചും സൗജന്യമായിട്ടാണ് ഇവിടെ ഈ പരിപാടി നടത്തുന്നത്. പുലർച്ചെ 5 മണി മുതൽ 7 മണി വരെ കൂത്തുപറമ്പ് നഗരസഭാ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പരിശീലനം നൽകുക. അതോടൊപ്പം അവധി ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ഹാളിൽ വെച്ച് വിവിധ വിഷയങ്ങളിൽ ക്ലാസും നൽകി വരുന്നുണ്ട്. സൈന്യം, പോലീസ് എന്നിവയിൽ നിന്നും വിരമിച്ചവരാണ് പ്രധാനമായും കായിക പരിശീലനം നൽകുന്നത്. ഒരു മാസം മുൻപ് ആരംഭിച്ച പരിശീലന പരിപാടിയിൽ 200ഓളം ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഒരുപാട് യുവാക്കൾക്ക് ജോലിയിലേക്ക് നേടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി നല്ല ഒരു 200ഓളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നമ്മളെ ഈ ഒരു ഫിസിക്കൽ ട്രെയിനിങ് കൂടാതെ നമുക്ക് PSC കോച്ചിങ്, വളരെയധികം സപ്പോർട്ടീവ്, എല്ലാം നമുക്ക് സൈക്കോളജി ക്ലാസ്സുകൾ ഒക്കെ നമുക്ക് ഇവർ തരുന്നുണ്ട്. പരിശീലന സ്ഥലത്തെത്തിയ തലശ്ശേരി ASP ചൈത്ര തെരേസ ജോൺ ഉദ്യോഗാർത്ഥികളെയും പരിശീലകരെയും അനുമോദിച്ചു. ജനമൈത്രി പോലീസ് സംവിധാനം യാഥാർത്ഥ്യമാകുന്നതായി മാറിയിരിക്കെയാണ് കൂത്തുപറമ്പ് പോലീസിന്റെ സൗജന്യ തൊഴിൽ പരിശീലനം. മീഡിയ 1 കണ്ണൂർ.